ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് നിങ്ങളോട് ഒരു കാര്യം പറയണം തോന്നിയത്. നിങ്ങൾ ഫാർമ എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടായിരുന്നു നിവിൻ പോളിയുടെ. കൂടുതൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ആ ഒരു സീരീസിൽ വരുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിലുള്ള ഇപ്പൊ ഹെൽത്ത് കെയറും ഹോസ്പിറ്റൽസും ഒക്കെ നിയന്ത്രിക്കുന്നത്. KKR, ബ്ലാക്ക്സ്റ്റോൺ തുടങ്ങിയിട്ടുള്ള വലിയ കമ്പനികളാണ് കേരളത്തിലുള്ളതും ഇന്ത്യയിലുള്ളതുമായിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കിംസ്, ആസ്റ്റർ, പിന്നെ കോഴിക്കോടുള്ള മൈത്ര, മൂവാറ്റുപുഴയുള്ള കുറെ ഹോസ്പിറ്റൽസ്, അങ്ങനെ ഒരു നീണ്ട നിര വരുന്നുണ്ട്. ഇവർക്കൊക്കെ 70%, 30% ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. അതും 2500, 3500 കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്. കൂടാതെ ഇവർ ഫാർമസ്യൂട്ടികളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവരുടെ മെഡിക്കൽ പ്രൊഡക്റ്റുകൾ വിറ്റ് പോകാനായിട്ട് ഇവർ തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് പനിയോ അല്ലെ നമുക്ക് എന്ത് അസുഖം വന്നാലും ആവശ്യമില്ലാത്ത കുറെ മരുന്നുകൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. അത് അവർക്കും കമ്മീഷൻ കിട്ടും, നഴ്സുമാർക്കും ഫാർമസി നിൽക്കുന്നവർക്കും ഒക്കെ തന്നെ ഇതിന്റെ കമ്മീഷൻ പോകുന്നുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല. ശരിക്കും പറഞ്ഞ ആശുപത്രികളിൽ മനുഷ്യൻ ഒരു പ്രൊഡക്റ്റായി മാറുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ട്, എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ആവശ്യമില്ലാത്ത മരുന്നുകൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ അറിയിക്കാം. ബൈ.